എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടൂർ തൂത റോഡാണ് കേട്ടോ. ഈ ബാക്കിൽ കാണുന്ന റോഡ് റീബിൽഡ് കേരളയിൽ ഏകദേശം 364 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും പറഞ്ഞ് അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന റോഡാണ് എന്നുള്ളത്. കൃത്യമായ ഒരു DPR സിസ്റ്റം ഒന്നും ഇല്ലാതെയാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ പുറകിൽ കാണുന്ന റോഡിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഡിവൈഡറൊക്കെ വെച്ചിട്ട് ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട്, പക്ഷേ ഇതുകൊണ്ടൊരു ശാശ്വതമായൊരു പരിഹാരമല്ല. അനവധി ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുള്ള ഒരു റോഡാണ്. $364 കോടി രൂപ വകയിരുത്തി റീബിൽഡ് കേരളയുടെ 1 കിലോമീറ്ററിന് 10 കോടി എന്ന നിരക്കിലാണ് ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. മുണ്ടൂർ തൂത റോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളവുകൾ നോർത്താതെയും ബെൻഡുകൾ മാറ്റാതെയുമൊക്കെയാണ് ഇവിടെ അശാസ്ത്രീയമായി പണി നടന്നിട്ടുള്ളത്. ഈ രൂപ വിനിയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രതിഫലിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റു വികസന പ്രവർത്തനങ്ങളും നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയില്ല. കൈവരികളില്ലാതെയാണ് ഇവിടെ പാത നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് വാഹനങ്ങൾ കടയിലേക്ക് ഇടിച്ചു കയറിയും വീടുകളിലേക്ക് ഇടിച്ചു കയറിയും അശാസ്ത്രീയമായിട്ടുള്ള ഈ റോഡ് പണി മൂലം ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ ജീവിതങ്ങളാണ് ഇവിടെ തുറന്നു കാണിക്കാനുള്ളത്. രാത്രിയായി കഴിഞ്ഞാലും മഴ സമയങ്ങളിലെല്ലാം വളരെ ഭയത്തോടെയാണ് ഇവിടെയുള്ള ആൾക്കാർ ജീവിക്കുന്നത്. ഈ കടയിലേക്ക് ഒരുപാട് തവണ വണ്ടി ഇടിച്ചു കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു അടയ്ക്ക കമ്പനി കൂടെയാണ്. ഇവിടുത്തെ അമ്മമാരൊക്കെ ഭയത്തിലാണ്. ഇവിടെ ഈ ഭാഗത്ത് കൂടെ വരുന്ന വണ്ടികൾക്ക് പൂർണ്ണമായിട്ട് റോഡ് കാണാത്തൊരവസ്ഥയാണ്. അവര് കയറി വരുന്നത്. ഈ ഡിവൈഡർ ഇല്ല എങ്കിൽ മറ്റു വഴികളിലൂടെയൊക്കെ വണ്ടികൾ പോകും. അത് വലിയൊരു കാരണമാണ്. അങ്ങനെ ദിനംപ്രതി ആക്സിഡന്റുകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പൂർണ്ണമായും ഭയത്തിലാണ്. ഈ കാണുന്ന അടയ്ക്ക കമ്പനി അവര് വളരെ ദുഃഖിതരാണ്. കാരണം എപ്പോഴാണ് വണ്ടി കയറി വരിക എന്നറിയില്ല. അമ്മമാരൊക്കെ വളരെ സങ്കടത്തോടെയാണ് കണ്ടിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒക്കെ പേടിയാണ്. പിന്നെ ഞങ്ങളുടെ കട തൊട്ടതാണ്. അതിൽ വന്ന് ഒരു ലോറി വന്ന് ഇടിച്ചു. അതിലിപ്പോ നേരാക്കാൻ ഞങ്ങൾക്ക് ഒന്നും പൈസ കിട്ടിയിട്ടില്ല. 1,00,000 റുപ്യ ചെലവാണ്. അതൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഞാൻ ശരിയാക്കിയതാണ്. ഞങ്ങൾ എന്നും ഇവിടെ പേടിച്ചിട്ടാണ് കഴിയുന്നത്. വണ്ടികൾ വരുമ്പോൾ നേരെ വരുന്നത് ഞങ്ങളുടെ ഞങ്ങൾ 10-15 ആൾ ഇരുന്ന് പണിയുന്ന സ്ഥലമാണ്. അങ്ങനെ വരുന്നത് ഇങ്ങോട്ടേക്ക് വരികയാണ്. എപ്പോഴും പേടിയാണ്. നടക്കാനും കൂടി പേടിയാണ്. അത് കാരണം എങ്ങനെയെങ്കിലും ഇത് നേരാക്കി തരണം. മഴ പെയ്യുമ്പോൾ വണ്ടികൾ ഇങ്ങനെ വന്ന് സ്പീഡായിട്ട് കുറേ പ്രാവശ്യം ചാടും. വളരെ അപകടകരമായിട്ടുള്ള ഒരു വളവാണ്. ആ മതിലിൽ കാണുന്നത് ഒരുപാട് തവണ വണ്ടി വന്നിടിച്ചിട്ടുള്ള പാടുകളാണ്. ഈ കയറി വരുന്ന വണ്ടികളൊക്കെ ഡിവൈഡർ ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മറ്റു ഭാഗങ്ങളിലേക്ക് മാറുകയും തെന്നി മാറുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. ഒരുപാട് കോടികൾ മുടക്കി ചെലവഴിച്ച ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു കൈവരി പോലും ഇല്ലാതെയാണ് ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത്. മഴ സമയത്തുള്ള കാഴ്ചയാണ്. ഒരു ചാല് പോലും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ വെള്ളം മുഴുവൻ പോകുന്നത് റോഡിലൂടെ തന്നെയാണ്. ഇതും വലിയൊരു പ്രശ്നമാണ്. തെന്നി നീങ്ങുന്ന വണ്ടികൾ, ഇതെല്ലാം ഒരു വലിയൊരു ദുരിതത്തിലാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ. ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടുള്ള LDF ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തികളാണ്. ഇത് എന്ത് തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു വികസനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി ഈ ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇല്ല എങ്കിൽ ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവും എന്നുള്ളത് മാത്രമല്ല, ഇവിടെയുള്ള ജീവിക്കുന്ന ജനങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറുന്നൊരു കാഴ്ചയും വരും ദിവസങ്ങളിൽ ഉണ്ടാവും. എന്തായാലും ശുഭപ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.